ഹലോ ഫ്രണ്ട്സ്, PSC കരിയേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയർ ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വരാനിരിക്കുന്ന 10th ലെവൽ മെയിൻസ്, LDC, LGS, ബെവ്കോ, LDC, പോലീസ് കോൺസ്റ്റബിൾ തുടങ്ങി പരീക്ഷകൾക്ക് ഏറെ പ്രധാനമുള്ള ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ. അവാർഡുകൾ, നിയമനങ്ങൾ, ബജറ്റ് പ്രഖ്യാപനങ്ങൾ, പദ്ധതികൾ, ദിനാചരണങ്ങൾ എന്നിവയ്ക്കാണ് ഇന്നത്തെ നമ്മുടെ ഈ സെറ്റിൽ ഉൾപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ കാണുക. ഉപയോഗപ്രദമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യൂ. 2026 ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ഈ ക്വസ്റ്റ്യൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2026 ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആരാണത്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ്. ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. 2026 കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? 2026 കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? അത് ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. ആരാണ്? ജസ്റ്റിസ് സൗമൻ സെൻ ആണ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. അപ്പോൾ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് സൗമൻ സെൻ ആണ്. 2026 ഫിഫ ലോകകപ്പിനായി ഉപയോഗിക്കുന്ന പന്തിൻ്റെ പേര് എന്താണ്? ട്രയോണ്ടയാണ്. 2026 ഫിഫ ലോകകപ്പിനായിട്ടുള്ള ഉപയോഗിക്കുന്ന പന്തിൻ്റെ പേര് എന്താണ്? അത് ട്രയോണ്ടയാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് സൂര്യകാന്ത് ആണ്. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? സൗമൻ സെൻ. ഫിഫ ലോകകപ്പിനായി ഉപയോഗിക്കുന്ന പന്ത് ഏതാണ്? അത് ട്രയോണ്ടയാണ്. ട്രയോണ്ട. 2026 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഫെബ്രുവരി 2 അല്ലേ ലോക തണ്ണീർത്തട ദിനം. ആ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? വെറ്റ്ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളേജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ്. എന്താണ്? വെറ്റ്ലാൻഡ്സ് ആൻഡ് ട്രഡീഷണൽ നോളേജ് സെലിബ്രേറ്റിംഗ് കൾച്ചറൽ ഹെറിറ്റേജ് എന്നതാണ് ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ പ്രമേയം. ഓക്കെ, 100 കോടി രൂപ ചെലവഴിച്ച് ലക്ഷ്യമിടുന്ന കേരള സർക്കാർ പദ്ധതി ഏതാണ്? 100 കോടി രൂപ ചെലവഴിച്ച് ലക്ഷ്യമിടുന്ന കേരള സർക്കാർ പദ്ധതിയാണ് കേരള നോളേജ് വാലി. അതായത് എന്താണെന്നോ, അത് പറയുന്നത് കേരള ബജറ്റ് 2026-27 പ്രഖ്യാപിച്ച ഒരു ഉന്നത വിദ്യാഭ്യാസ ഗവേഷണ പദ്ധതിയാണ് ഇത്. ഓക്കെ, കേരളത്തെ ഒരു ആഗോള വിജ്ഞാനം, അതായത് ഗ്ലോബൽ നോളേജ് കേന്ദ്രമാക്കി മാറ്റാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് കേരള നോളേജ് പദ്ധതി എന്ന് പറയുന്നത്. ഇതിന് ചെലവാക്കുന്നത് എത്രയാണ്? 100 കോടി രൂപയാണ്. ഓക്കെ, 2026 പത്മവിഭൂഷൺ, അതായത് മരണാന്തര ബഹുമതിയാണ് നേടിയിട്ടുള്ള കേരള മുൻ മുഖ്യമന്ത്രി ആരാണ്? എന്താണ്? 2026 പത്മവിഭൂഷൺ മരണാനന്തരം നേടിയിട്ടുള്ള കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിയാണ് ആര്? VS അച്യുതാനന്ദൻ. നെക്സ്റ്റ്, കേരളത്തിൽ ആരംഭിച്ച കെസോട്ടോ പദ്ധതി ഏതു മേഖലയുമായി ബന്ധപ്പെട്ടതാണ്? കെസോട്ടോ പദ്ധതി ഏതുമായി ബന്ധപ്പെടുന്നു? അവയവദാനമാണ് കേട്ടോ. കെസോട്ടോ എന്ന് പറയുന്നത് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എന്നതിൻ്റെ ചുരുക്കപ്പേരാണ് ഈ കെസോട്ടോ എന്നത്. ഇത് കേരളത്തിലെ അവയവ കോശദാനവും അതുപോലെ അവയവ മാറ്റ ശസ്ത്രക്രിയയും ഏകോപിപ്പിക്കുന്ന ഒരു സംസ്ഥാന സംവിധാനമാണ് ഈ കെസോട്ടോ എന്ന് പറയുന്നത്. കെസോട്ടോ എന്നത്. ഓക്കെ, 2026 ONV സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? 2026 ONV സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? അത് M. മുകുന്ദനാണ്. 2026 ഇന്ത്യയുടെ പരമോന്നത സൈനിക ബഹുമതിയായിട്ടുള്ള അശോക ചക്ര ലഭിച്ചത് ആർക്കാണ്? ഇന്ത്യയുടെ പരമോന്നത സൈനിക ബഹുമതിയായ അശോക ചക്ര ലഭിച്ചത് ആർക്കാണ്? അത് ശുഭാംശു ശുക്ലയ്ക്കാണ്. ശുഭാംശു ശുക്ല. 2026 77ാമത് റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ കേരളത്തിൻ്റെ ടാബ്ലോയ്ക്ക് ലഭിച്ചിട്ടുള്ള സ്ഥാനം ഏതാണ്? എന്താണ്? 2026 77ാമത് റിപ്പബ്ലിക് ദിനത്തിൽ കേരളത്തിൻ്റെ ടാബ്ലോയ്ക്ക് നേടിയിട്ടുള്ള സ്ഥാനം 3ാമതാണ്. 100% ഡിജിറ്റൽ സാക്ഷരതയും കൊച്ചി വാട്ടർ മെട്രോയുമാണ് ഇത്തവണ നമ്മൾ 77ാമത് റിപ്പബ്ലിക്കിൽ കേരളം പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിനാണ് ടാബ്ലോയ്ക്ക് 3ാം സ്ഥാനം നേടിയത്. ഓക്കെ, 2026 ഹരിവരാസന പുരസ്കാരം അർഹനായിട്ടുള്ള നാദസ്വര കലാകാരൻ ആരാണ്? എന്താണ്? 2026 ഹരിവരാസന പുരസ്കാരം നേടിയിട്ടുള്ള നാദസ്വര വിദഗ്ധൻ ആരാണ്? അത് തിരുവിഴ ജയശങ്കർ ആണ്. തിരുവിഴ ജയശങ്കർ ഇതുമായി ബന്ധപ്പെടുന്നു. നാദസ്വര വിദഗ്ധനാണ് കേട്ടോ. അസ്ത്ര MK3 മിസൈലിൻ്റെ പുതിയ പേര് എന്താണ്? അസ്ത്ര MK3 മിസൈലിൻ്റെ പുതിയ പേര് എന്താണ്? അത് ഗാണ്ടീവ എന്നാണ്. ഗാണ്ടീവ എന്നാണ് അസ്ത്ര MK3 മിസൈലിൻ്റെ പുതിയ പേര്. ഓക്കെ, മനുഷ്യനെ വീണ്ടും ചന്ദ്രനിൽ എത്തിക്കാൻ ലക്ഷ്യമിടുന്ന ആർടെമിസ് 2 ദൗത്യം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നടപ്പിലാക്കുന്നത്? എന്താണ്? മനുഷ്യനെ വീണ്ടും ചന്ദ്രനിലേക്ക് എത്തിക്കാനുള്ള
ആർടെമിസ് 2 എന്ന ദൗത്യം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നേതൃത്വം നൽകുന്നത്? നാസയാണ് അല്ലേ, നാസയാണ്. 2026 നിലവിൽ കേരള PSC ചെയർമാൻ ആരാണ്? നിലവിലെ കേരള PSC ചെയർമാൻ ആരാണ്? MR ബൈജു ആണ്. MR ബൈജു ആണ് നിലവിൽ കേരള PSC ചെയർമാൻ. 2026 പത്മഭൂഷൺ പുരസ്കാരം നേടിയിട്ടുള്ള മലയാള നടൻ ആരാണ്? മമ്മൂട്ടിയാണ് കേട്ടോ. ഇത് തിരിച്ച് ചോദിക്കാറുണ്ട്. മമ്മൂട്ടിക്ക് 2026 ലഭിച്ചിട്ടുള്ള പുരസ്കാരം ഏതാണ്? പത്മഭൂഷൺ ഉണ്ടാവും, പത്മവിഭൂഷൺ ഉണ്ടാവും, പത്മശ്രീ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഏതാണ്? പത്മഭൂഷൺ ആണ്. പത്മഭൂഷൺ നേടിയതാണ് മമ്മൂട്ടി. ഓക്കെ, കേരളത്തിലെ ആദ്യ വനിതാ വ്യവസായ പാർക്ക് സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? കേരളത്തിലെ ആദ്യ വനിതാ വ്യവസായ പാർക്ക് സ്ഥാപിച്ചിരിക്കുന്നത് എവിടെയാണ്? അത് പാലക്കാട് ലക്കിടി എന്ന പ്രദേശത്താണ്. എവിടെയാണ്? പാലക്കാട് ലക്കിടിയിൽ ആണ്. ഓക്കെ, 2026 ഇന്ത്യയും ജപ്പാനും ചേർന്ന് നടത്തിയ സംയുക്ത സൈനിക അഭ്യാസം ഏതാണ്? ഇന്ത്യ ജപ്പാൻ ചേർന്ന് നടത്തിയിട്ടുള്ള സൈനിക അഭ്യാസം ഏതാണ്? അത് ധർമ്മ ഗാർഡിയൻ 2026 ആണ്. ഏതാണ്? ധർമ്മ ഗാർഡിയൻ. ഏതാണ്? ഇന്ത്യയും ജപ്പാനുമാണ് ധർമ്മ ഗാർഡിയൻ. ഓക്കെ, 2026 മെയ് 18 കേരള മുഖ്യമന്ത്രിയായി ചുമതലയേറ്റത് ആരാണ്? ഇപ്പോൾ ഫേമസ് ആണല്ലേ, എല്ലാവർക്കും അറിയാം. VD സതീശനാണല്ലേ. VD സതീശൻ 2026 മെയ് 18 കേരള മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു. കേരളത്തിൽ 13ാമത്തെ മുഖ്യമന്ത്രിയാണ് VD സതീശൻ. ഓക്കെ, 2026 ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ്? 2026 ലോക ജലദിനത്തിൻ്റെ പ്രമേയം എന്താണ്? വാട്ടർ ആൻഡ് ജെൻഡർ ആണ്. വാട്ടർ ആൻഡ് ജെൻഡർ എന്നതാണ് ലോക ജലദിനത്തിൻ്റെ പ്രമേയം. വാട്ടർ ആൻഡ് ജെൻഡർ. ഓക്കെ, 2026 ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും ചേർന്ന് നടത്തിയ സംയുക്ത സൈനിക അഭ്യാസം ഏതാണ്? 2026 ഇന്ത്യയും ഉസ്ബെക്കിസ്ഥാനും ചേർന്ന് നടത്തിയിട്ടുള്ള സംയുക്ത സൈനിക അഭ്യാസം ഏതാണ്? ഡസ്റ്റ്ലിംഗ് ആണ്. എന്താണ്? ഡസ്റ്റ്ലിംഗ് 2026 എന്നാണ്. 2025 വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആരാണ്? ആർക്കാണ് വയലാർ രാമവർമ്മ സാഹിത്യ പുരസ്കാരം 2025 ലഭിച്ചത്? ആർക്കാണ്? സന്തോഷ് കുമാറിനാണ്. സന്തോഷ് കുമാറിന് 49ാമത് അവാർഡാണ് ലഭിച്ചത്. എത്രാമത്തേതാണ്? 49ാമത് 2005 വയലാർ പുരസ്കാരമാണ് ലഭിച്ചത്. ഓക്കെ, 2026 RBI റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ആരാണ്? ഗവർണറായിട്ട് നിയമിക്കപ്പെട്ടത് ആരാണ്? 2026 നിലവിൽ RBI ഗവർണർ ആരാണ്? സഞ്ജയ് മൽഹോത്രയാണ്. സഞ്ജയ് മൽഹോത്രയാണ്. എത്രാമത്തതാണ്? 26ാമത്തെ RBI ഗവർണറാണ് സഞ്ജയ് മൽഹോത്ര. ഓക്കെ, 100 കോടി രൂപ ചിലവഴിച്ച് കൊച്ചിയിൽ സ്ഥാപിക്കുന്ന അന്താരാഷ്ട്ര ഫിലിം സിറ്റി ഏതാണ്? ഇപ്പോൾ 2026-27 ബജറ്റിൽ കേരള ബജറ്റിൽ അവതരിപ്പിച്ച ഒരു ഇതാണ്. 100 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കൊച്ചിയിൽ സ്ഥാപിക്കുന്ന അന്താരാഷ്ട്ര ഫിലിം സിറ്റി ഏതാണ്? JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി ആണ്. ഏതാണ്? JC ഡാനിയൽ ഇന്റർനാഷണൽ ഫിലിം സിറ്റി ആണ്. ഓക്കെ, 2026 കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായിട്ട് നിയമിതനായത് ആരാണ്? 2026 കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? VP സാനുവാണ്. VP സാനുവാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്. ഈ ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും കേട്ടോ. മിക്കവാറും സ്പോർട്സിന്റെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഓക്കെ, VP സാനുവാണ് കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ്. ഓക്കെ, 2026 പത്മശ്രീ ഒക്കെ ചോദിക്കാറുണ്ട്. 2026 പത്മ അവാർഡ്സ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പത്മശ്രീ പുരസ്കാരം നേടിയിട്ടുണ്ട് മലയാളി ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ആരാണ്? 2026 പത്മശ്രീ നേടിയിട്ടുള്ള മലയാളിയായിട്ടുള്ള ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ആരാണ്? AE മുത്തുനായികമാണ്. AE മുത്തുനായികം. ഏതാണ് നേടിയത്? പത്മശ്രീ ആണ് നേടിയത്. ഇതിനെപ്പോഴും നമ്മൾ പറഞ്ഞു മമ്മൂട്ടിക്ക് നേടിയെന്ന് പറഞ്ഞു അല്ലേ. ഏതാണ് നേടിയത്? അദ്ദേഹം നേടിയത് പത്മഭൂഷൺ ആണ്. പത്മഭൂഷൺ. ഇത് പത്മശ്രീയാണ്. പത്മശ്രീ നേടിയ ബഹിരാകാശ ശാസ്ത്രജ്ഞൻ ആരാണ്? AE മുത്തുനായികം. ഓക്കെ, ചന്ദ്രയാൻ 3 ദൗത്യം ചന്ദ്രനിൽ ഇറങ്ങിയ പ്രദേശം അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേര് എന്താണ്? ചന്ദ്രയാൻ 3 ഇറങ്ങിയിട്ടുള്ള പ്രദേശത്തിന്റെ പേര് എന്താണത്? പേര് ശിവശക്തി പോയിന്റ് ആണല്ലേ. ശിവശക്തി പോയിന്റ് ആണ്. അപ്പോൾ ചന്ദ്രയാൻ 1 ഇറങ്ങിയ പ്രദേശം ഉണ്ടല്ലോ, അത് ഏതാണ്? ചന്ദ്രയാൻ 1 ഇറങ്ങിയത് എവിടെയാണ്? അത് ജവഹർ പോയിന്റ് ആണ്. ഓക്കെ, ചന്ദ്രയാൻ 2 ഇറങ്ങിയത് എവിടെയാണ്? തിരങ്ക പോയിന്റ്. ചന്ദ്രയാൻ 1 ജവഹർ പോയിന്റ്, 2 തിരങ്ക പോയിന്റ്, 3 ശിവശക്തി പോയിന്റ് എന്നിവയാണ്. ശിവശക്തി പോയിന്റ് ആണ് ചന്ദ്രയാൻ 3 ഇറങ്ങിയ സ്ഥലം. 2026 ലോക വനദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ലോക വനദിനം എപ്പോഴാണ്? മാർച്ച് 21 അല്ലേ. വേൾഡ് ഫോറസ്റ്റ് ഡേ 2026
മാർച്ച് 21 അതിൻ്റെ തീം എന്താണ്? തീം ഫോറസ്റ്റ് ആൻഡ് എക്കണോമീസ് എന്നാണ്. ഫോറസ്റ്റ് ആൻഡ് എക്കണോമീസ്, വനങ്ങളും സമ്പദ് വ്യവസ്ഥയും എന്നതാണ് ലോക വന ദിനത്തിൻ്റെ പ്രമേയം. ഓക്കെ. കേരളത്തിൽ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? കേരളത്തിൽ ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? അത് നെട്ടുകാൽത്തേരി എവിടെയാണ്? തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് നെട്ടുകാൽത്തേരിയിലാണ് കേരളത്തിൽ ബ്രഹ്മോസ് മിസൈൽ യൂണിറ്റ് സ്ഥാപിക്കപ്പെടുന്നത്. ഓക്കെ. 2026 ദേശീയ യുവജന ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ദേശീയ യുവജന ദിനം എപ്പോഴാണ്? ജനുവരി 12 അല്ലേ? ആ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ഇഗ്നൈറ്റ് ദ സെൽഫ് ഇമ്പാക്ട് ദ വേൾഡ്. എന്താണ്? ഇഗ്നൈറ്റ് ദ സെൽഫ് ഇമ്പാക്ട് ദ വേൾഡ് എന്നാണ്. എന്താണത്? സ്വയം ജ്വലിപ്പിക്കുക അല്ലെങ്കിൽ ലോകത്തെ സ്വാധീനിക്കുക. സ്വയം ജ്വലിപ്പിക്കുക, ലോകത്തെ സ്വാധീനിക്കുക. ഇതാണ് ദേശീയ യുവജന ദിനം ജനുവരി 12 തീം അഥവാ പ്രമേയം. കേരള സർക്കാർ ഈ അടുത്തിടെ പ്രഖ്യാപിച്ചിട്ടുള്ള അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? എന്താണ്? കേരള സർക്കാർ ഏർപ്പെടുത്തിയ അപകട ലൈഫ് ഇൻഷുറൻസ് പദ്ധതിയുടെ ഗുണഭോക്താക്കൾ ആരാണ്? സ്കൂൾ വിദ്യാർത്ഥികളാണ് കേട്ടോ. സ്കൂൾ വിദ്യാർത്ഥികൾ. 2026 വിശാഖപട്ടണത്ത് നടന്നിട്ടുള്ള ബഹുരാഷ്ട്ര നാവികാഭ്യാസം ഏതാണ്? എന്താണ്? 2026 വിശാഖപട്ടണത്ത് നടന്നിട്ടുള്ള ബഹുരാഷ്ട്ര നാവികാഭ്യാസം കേട്ടോ. ധാരാളം രാഷ്ട്രങ്ങൾ പങ്കെടുക്കും. അതിലെ നാവികാഭ്യാസം ഏതാണ്? മിലൻ 2026 മിലൻ 2026 വേദിയായത് എവിടെയാണ്? വിശാഖപട്ടണമാണ്. ഓക്കെ. 2026 ഇന്ത്യയും കിർഗിസ്ഥാനും ചേർന്ന് നടത്തിയ സംയുക്ത സൈനിക അഭ്യാസം ഏതാണ്? എന്താണ്? ഇന്ത്യയും കിർഗിസ്ഥാനും ചേർന്ന് നടത്തിയിട്ടുള്ള സംയുക്ത സൈനികാഭ്യാസം ഏതാണ്? അത് ഗഞ്ചർ 13 ഗഞ്ചർ 13 ഇന്ത്യയും കിർഗിസ്ഥാനുമാണ് ഗഞ്ചർ 13 പങ്കെടുത്തത്. ഓക്കെ. 2026 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ക്വസ്റ്റ്യൻ? 2026 ലോക കാലാവസ്ഥാ ദിനം എന്നാണ്? മാർച്ച് 23 അല്ലേ? മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം അല്ലേ? അപ്പോൾ 2026 ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ പ്രമേയം തീം എന്താണ്? ഒബ്സർവിങ് ടുഡേ പ്രൊട്ടക്റ്റിംഗ് ടുമോറോ. എന്താണ്? ഒബ്സർവിങ് ടുഡേ പ്രൊട്ടക്റ്റിംഗ് ടുമോറോ. ഇന്നത്തെ നിരീക്ഷണം നാളെയുടെ സംരക്ഷണം. എന്താണ്? ഇന്നത്തെ നിരീക്ഷണം നാളെയുടെ സംരക്ഷണം. ഓക്കെ. 2026 നിലവിൽ കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് അല്ലേ? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ് കേരള ഗവർണർ. ഓക്കെ. സ്കൂൾ വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലവും മിതവ്യയശീലവും വളർത്താനായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ്? സ്കൂൾ വിദ്യാർത്ഥികളിൽ സമ്പാദ്യശീലവും മിതവ്യയശീലവും വളർത്താനായിട്ട് കേരള ഗവൺമെൻറ് നടപ്പിലാക്കുന്ന സ്കീം ഏതാണ്? സ്റ്റുഡൻറ് സേവിങ് സ്കീമാണ്. എന്താണ്? സ്റ്റുഡൻറ് സേവിങ് സ്കീമാണ്. ഓക്കെ. മത്സ്യബന്ധന മേഖലയുടെ വികസനത്തിനായിട്ട് കേരള ഗവൺമെൻറ് രൂപം നൽകുന്ന പുതിയ നയം ഏതാണ്? എന്താണ്? മത്സ്യബന്ധന മേഖലയുടെ വികസനത്തിനായിട്ട് കേരള സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള പുതിയ നയമാണ് ബ്ലൂ എക്കോണമി. എന്താണ്? ബ്ലൂ എക്കോണമി എന്നതാണ്. അപ്പോൾ ബ്ലൂ എക്കോണമി ആരുമായി ബന്ധപ്പെടുന്നു? മത്സ്യബന്ധന മേഖലയുമായിട്ട് ബന്ധപ്പെടുന്നതാണ് ബ്ലൂ എക്കോണമി. 2026 ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ. എന്നാണ് വേൾഡ് ട്യൂബർക്ലോസിസ് ഡേ? മാർച്ച് 24 അല്ലേ? അതിൻ്റെ പ്രമേയം എന്താണ്? യെസ് വി ക്യാൻ എൻഡ് TB ലെഡ് ബൈ കൺട്രീസ് പവർഡ് ബൈ പീപ്പിൾ എന്നാണ്. എന്താണ്? യെസ് വി ക്യാൻ എൻഡ് TB ലെഡ് ബൈ കൺട്രീസ് പവർഡ് ബൈ പീപ്പിൾ എന്നാണ് അല്ലേ? എന്താണ് അതിൻ്റെ മലയാളം? അതേ, നമുക്ക് ക്ഷയരോഗം അവസാനിപ്പിക്കാം രാജ്യങ്ങളുടെ നേതൃത്വത്തിലും ജനങ്ങളുടെ പിന്തുണയോടെയും. ഓക്കെ. അപ്പോൾ എന്നാണ് ലോക ക്ഷയദിനം? മാർച്ച് 24. ഓക്കെ. 50 കോടി രൂപ ചിലവഴിച്ച് സംസ്ഥാനങ്ങളുടെ സമുദ്രയാത്രാ ചരിത്രം സംരക്ഷിക്കുന്നതിനായിട്ട് സ്ഥാപിക്കുന്ന അന്തർദേശീയ മ്യൂസിയം ഏതാണ്? 50 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളുടെ സമുദ്രയാത്രാ ചരിത്രം സംരക്ഷിക്കാനായിട്ട് അന്തർദേശീയ മ്യൂസിയം എവിടെയാണ്? മാരിടൈം മ്യൂസിയമാണ്. മാരിടൈം മ്യൂസിയം 2026-27 ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതെവിടെയാണ് നിലവിൽ വരുന്നത്? ബാലരാമപുരം, തിരുവനന്തപുരത്താണ്. ഓക്കെ. 2026 കേരള അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? 2026 കേരള അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? അത് കെ ജാജു ബാബു ആണ്. ആരാണ്? കെ ജാജു ബാബു ആണ് കേരള അഡ്വക്കേറ്റ് ജനറൽ. 2026
ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? 2026 ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണത്? വിജയ കിഷോർ രഹത്കർ ആണ്. ആരാണ്? വിജയ കിഷോർ രഹത്കർ ആണ് ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ. 2026 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ NHRC നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ അധ്യക്ഷൻ ആരാണ്? എന്താണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ അധ്യക്ഷൻ ആരാണ്? വി രാമസുബ്രഹ്മണ്യമാണ്. ഈ 3 ക്വസ്റ്റ്യൻ മോസ്റ്റ് നോക്കി വെക്കണം. ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷൻ വിജയ് കിഷോർ രഹത്കർ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ വി രാമസുബ്രഹ്മണ്യം. കേരള അഡ്വക്കേറ്റ് ജനറൽ കെ ജാജു ബാബു എന്നിവരാണ്. 2026 നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ്? എന്താണ്? 2026 നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ്? ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇനി എക്സാംസിന് ചോദിക്കാം. ആരാണ്? അശോക് കുമാർ ലാഹിരി ആണ്. അശോക് കുമാർ ലാഹിരിയാണ് നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ. ഓക്കെ. നീതി ആയോഗിന്റെ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2026 ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ള സംസ്ഥാനം ഏതാണ്? എന്താണ്? നീതി ആയോഗിന്റെ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2026 ഒന്നാം സ്ഥാനം നേടിയ സംസ്ഥാനം ഏതാണ്? അത് ഒഡീഷയാണ്. ഒഡീഷ. ഓക്കെ. നീതി ആയോഗിന്റെ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2026 കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? എന്താണ്? നീതി ആയോഗിന്റെ ഫിസിക്കൽ ഹെൽത്ത് ഇൻഡെക്സ് 2026 കേരളത്തിന്റെ സ്ഥാനം 15ആണ്. ഒന്നാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് ഒഡീഷയാണ്. നീതി ആയോഗിന്റെ നിലവിലെ VC അഥവാ വൈസ് ചെയർമാൻ ആരാണ്? അശോക് കുമാർ ലാഹിരിയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ചിട്ട് ഒന്ന് എൻഡ് ചെയ്യുകയാണ്. വീണ്ടും കാണാം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യൂ.